അതെ, ഇന്നാണ് എൻ്റെ കെട്ടിയുടെ ബർത്ത്ഡേ. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്ന വഴി കുറച്ച് പൂ വാങ്ങിച്ചു. സംഭവം നമ്മൾ സിമ്പിളാക്കാൻ വിചാരിച്ചെങ്കിലും എന്തെങ്കിലും ഒരു സ്വീറ്റ് സർപ്രൈസിങ്ങിൽ കൊടുക്കണ്ടേ. ഒരാൾ ഓഫീസൊക്കെ കഴിഞ്ഞ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞാനിപ്പോൾ വാങ്ങിയ കുഞ്ഞ് ബഞ്ച് ഓഫ് പൂവ് ഞാൻ ബാഗിൽ ഒളിപ്പിച്ചു. ഒരാളുടെ അടുത്തെത്തി. ഇനി ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോകണം. സൊമാറ്റോന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ കെട്ടിയുടെ ബർത്ത്ഡേക്ക് എൻ്റെ കെട്ടിയതായിട്ട് തന്നെ രസല്ലേ. അങ്ങനെ നമ്മൾ ഓടിച്ചെന്ന് സൊമാറ്റോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കേക്കൊക്കെ വാങ്ങി ഓടി ലിഫ്റ്റിൽ കയറി സർപ്രൈസ് പോലെ നമ്മുടെ ഫ്രിഡ്ജിൽ നേരെ കൊണ്ടുവച്ചു. എന്നിട്ടൊരു 50 ഒക്കെ ആയപ്പോൾ ഞാൻ ഓടിപ്പോയി കേക്ക് എടുത്തു. 2 കുഞ്ഞ് ക്യാൻഡിലും സെറ്റ് ചെയ്തു. ഫോൺ നോക്കിയപ്പോൾ 12. അങ്ങനെ ഞാൻ ഓടിപ്പോയി വിഷ് ചെയ്തു, കേക്ക് എടുത്തു. പിന്നെ എൻ്റെ സർപ്രൈസ് ടൈം. ഞാൻ പയ്യെ ഒളിപ്പിച്ച് വെച്ചിരുന്ന എൻ്റെ പൂ എടുത്ത് ഒരാൾക്ക് വിഷ് ചെയ്ത് കൊടുത്തു. ആൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്നിട്ട് നേരെ കൊടുക്കുകയും പടക്കേന്ന് പറഞ്ഞ് ഇത് ഒടിഞ്ഞ് വീഴുകയും കൂടെ ചെയ്തു. അങ്ങനെ ആ സർപ്രൈസ് നൈസായിട്ട് പാളി. പിന്നെ നമ്മൾ സൈഡിൽ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ വെച്ചു, കേക്ക് കട്ട് ചെയ്തു, പൂ വെച്ച് എസ്തെറ്റിക്സ് എടുത്ത് കേക്ക് കട്ട് ചെയ്തു. ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് തന്നെ കട്ട് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് കുറേ പകുതിയോളം ഞങ്ങൾ തന്നെ കഴിച്ചു. പിന്നെ പൂവൊക്കെ വെച്ച് വീണ്ടും കുറച്ച് എസ്തെറ്റിക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഡയറക്ഷൻസ് പറഞ്ഞു തരികയാണ്. ക്യാമറയുടെ ഒപ്പം ഞാൻ ചാടണം, അതാണ് ഇപ്പൊ മനസ്സിലല്ലേ നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ തച്ചിനിരുന്ന് പാതിരാത്രി തന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണിക്കരുതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറ പൊത്തുന്ന വിഷ്വലാണിത്. എന്നാലും ഞാൻ കാണിക്കുമ്പോൾ നമ്മളെന്ന് അറിയാം. പിന്നെ അവരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കേക്ക് കഴിച്ചു, ഇടയ്ക്ക് എനിക്കും തന്നു. പിന്നെ നമ്മൾ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ പുറത്ത് അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല, RCB ജയിച്ചു ഗൈസ്. അന്ന് 3-ാം തീയതി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ പുറത്ത് ഭയങ്കര വെടിക്കെട്ടും ആഘോഷമൊക്കെ. അങ്ങനെ അമരൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വെടിക്കെട്ടും വെച്ചു. എന്ത് ചെയ്യാൻ. എനിവേ, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയറസ്റ്റ് ഹസ്ബൻഡ്. എത്ര നാൾ നമ്മൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു. ഇനി അങ്ങോട്ട് നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം. ഹാപ്പി ബർത്ത്ഡേ മൈ ഹസ്ബൻഡ് ആസ് വെൽ ആസ് കൺഗ്രാറ്റുലേഷൻസ് RCB. ബാംഗ്ലൂർ മൊത്തത്തിൽ അങ്ങ് തിളങ്ങുമായിരുന്നു. ദാറ്റ് വാസ് എ ഹാപ്പി ഡേ.